ഇതുപോലെ കാവടിത്തുള്ളി വന്നതാ. ഹലോ ഗൈസ്, എവിടെ പോന്നേ? അമ്പലത്തിൽ. ഏതമ്പലത്തി? മുരുകന്റെ അമ്പലത്തിൽ. എന്ത് പ്രത്യേകത? മലമുകളിൽ കയറുന്നു. ഇത് പറഞ്ഞല്ലോ, വേറൊരു പേര് പറഞ്ഞല്ലോ. കേരളത്തിലെ കൊച്ചുപളനി. നമുക്കിപ്പോ ഈ റോഡിൽ നിന്ന് അങ്ങ് ഏറ്റവും വരാനുള്ള ഓട്ടോ പോന്ന്. നമ്മള് നടക്കാണ് എങ്ങോട്ടേക്ക്? ബസ് കയറാൻ. KSRTC ബസ്സിനകത്താട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ട്രിവാൻഡ്രത്തിന്റെ തൊട്ടടുത്തായിട്ടുള്ള ബാലരാമപുരം എന്ന സ്ഥലത്ത് എഴുത്താപുരം എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ് ഈ ഒരു കേരള പഴനി എന്നറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് വരുന്നത്. കിങ്ങിണിയുടെ സ്ഥലമാണിത്. പക്ഷെ അവളും ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളൊരു മാലയൊക്കെ മേടിച്ച് പടി കയറാനായിട്ട് തുടങ്ങി. കയറാനായിട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നു. ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും ഞങ്ങൾ നന്നായിട്ട് കുഴഞ്ഞു. കാരണം പഴനി പോലെ തന്നെ പടികൾ ഇവിടെയുണ്ട്. പക്ഷെ അവിടുത്തെ പോലെ കുത്തനെ കിടക്കുന്നതല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ല. മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വെയിലാണ്. ഫുള്ളും കേറിയിട്ടില്ല. അതെ, പകുതി കയറുമ്പോൾ ഉള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പകുതി കയറിയ നമുക്ക് കിട്ടുന്ന വ്യൂ. നമ്മൾ കയറുന്ന പടികളിലൊക്കെയും ശബരിമലയിലും ശിവഗിരിയിലും ഒക്കെ കാണുന്ന വലിയ ഒട്ട ഉണ്ടാവും. പേടിയുള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചു പോവാട്ടോ. അങ്ങനെ കുറച്ചധികം നടന്ന് നമ്മുടെ ഈ ഒരു കേരള പഴനി അല്ലെങ്കിൽ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി. ഇതാണ് കേട്ടോ അമ്പലം. ഞങ്ങൾ ചെന്നപ്പോഴേക്കും നിവേദ്യം കൊടുക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം സമയം പുറത്ത് നിൽക്കേണ്ടി വന്നു. അമ്പലത്തിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ വ്യൂ വരുന്നത്. അങ്ങനെ കുറച്ചു നേരം നിന്നതിന് ശേഷം നമ്മൾ അകത്ത് കയറി തൊഴുതിറങ്ങി. നിവേദ്യം വെച്ച് കഴിഞ്ഞത് കൊണ്ട് നമുക്ക് ശർക്കര പായസവും പാൽപ്പായസവും ഒക്കെ അവിടെ നിന്ന് കിട്ടി. നമുക്ക് എത്ര വേണമെങ്കിലും ആവശ്യത്തിനടുത്ത് കഴിക്കാം. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെയൊക്കെ കുറച്ചധികം നേരം നിന്നതിന് ശേഷമാണ് താഴോട്ട് ഇറങ്ങിയത് കേട്ടോ. എന്തായാലും എപ്പോഴെങ്കിലും ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലമാണ് കേട്ടോ ഇത്. ഒരുപാട് ആളും ബഹളവും തിരക്കും ഒന്നും ഇല്ലാത്തൊരു സമാധാനമുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങള് അമ്പലത്തിലൊക്കെ തൊഴുത് നിവേദ്യമൊക്കെ കുറച്ച് എടുത്ത് തിരിച്ചിറങ്ങാണ് കേട്ടോ. തിരിച്ചിറങ്ങി താഴെ എത്തിയപ്പോൾ നല്ല ടയേർഡായി. ഞങ്ങളൊരു നാരങ്ങ വെള്ളം പറഞ്ഞു. ഗ്ലാസ്സിനകത്ത് കുടിക്കുന്നതിന് പകരം ടാങ്കിനകത്ത് കുടിക്കുന്ന അവസ്ഥയായിരുന്നു. ഒരു വലിയ ഗ്ലാസ്സിനകത്താണ് അവർ ഞങ്ങൾക്കിത് കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.